എബിൻ റോസിലേക്ക് പോവുകയാണ്. എബിൻ റോസ്, ഈ രണ്ട് രാജ്യങ്ങൾ ഒരേപോലെയുള്ള, അതായത് സ്പാനിഷ് സംസാരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ബാഴ്സലോണ എന്ന് പറയുന്ന ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങൾ, അത് അർജൻറ്റീനിയൻ താരങ്ങളാണെങ്കിലും സ്പെയിൻ്റെ താരങ്ങളാണെങ്കിൽ പോലും അത് ഒരേപോലെ കളിച്ചു വരുന്ന രണ്ട് രാജ്യങ്ങളുടെ ഒരു മത്സരം കൂടിയാണ് ഈ പറയുന്ന ഫൈനൽ മത്സരം. ഈ ഫൈനൽ മത്സരത്തിന് ഒരുങ്ങുമ്പോൾ ഈ ബാഴ്സയുടെ പിന്തുണ അല്ലെങ്കിൽ ബാഴ്സയുടെ ആരാധകരുടെ പിന്തുണ ആർക്കാകും കറി? എനിക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ പൊസഷൻ കൂടുതൽ കളിക്കുന്ന ഇരു ടീമുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അത് സ്പെയിനിലെ ടിക്കറ്റാക്കി ആയിരുന്നാലും ശരി, അർജൻറ്റീന ലാറ്റിൻ അമേരിക്കൻ ശൈലിയായിരുന്നു ശരി, ഇതൊക്കെ ഒരേ ശൈലിയിൽ വ്യത്യസ്തമായ വേരിയേഷനോടുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. അവിടെ ഫിസിക്കലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്കില്ലിനും സ്റ്റൈലിഷ് ആയിട്ടുള്ള പാസുകൾക്കും എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ മാത്രമല്ല, ലോകം മൊത്തം കാത്തിരിക്കുന്ന, മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന, ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയാതെ വളരെ മനോഹരമായ ഒരു മത്സരത്തിൽ, ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബോൾ പൊസിഷനിൽ കൂടുതൽ കഴിഞ്ഞ കളി ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ ആദ്യ ഹാഫിൽ വളരെ ശാരീരികമായിട്ടുള്ളൊരു ഫൈറ്റ് വന്നെങ്കിൽ പോലും അതിനുശേഷം രണ്ടാമത്തെ പകുതിയിൽ ബോൾ പൊസിഷൻ എടുത്തുകൊണ്ട് കളിക്കുന്ന ആ ഒരു അർജൻറ്റീനയുടെ ശൈലി തീർച്ചയായിട്ടും ഈ പറയുന്ന ടിക്കിറ്റാക്ക ശൈലിയുടെ ഒരു വേരിയേഷൻ തന്നെയാണ്. അവിടെ മറുവശത്ത് സ്പെയിൻ ആണെങ്കിൽ അവരെ സ്പാനിഷിൻ്റെ സ്റ്റൈല് തന്നെ ചെറിയ പാസുകളിലൂടെ മുന്നേറുന്ന അവരെ ശാരീരിക മികവിനേക്കാൾ ഉപരി സ്കില്ലുകൾ കാഴ്ചവെക്കുന്ന ഒരു പ്രത്യേകതരം ഫുട്ബോൾ, അത് ഡിഫറെൻറ്റ് ശൈലിയിൽ, വെർട്ടിക്കലായിരുന്നാലും ശരി, ഫോർവേഡ് ആയിരുന്നാലും ശരി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ പരീക്ഷിച്ചു കൊണ്ടുള്ള ഒരു നല്ലൊരു ഗ്രൂപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്പേസ്, അവർ ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്പേസ് അടച്ചുകൊണ്ട് ബോൾ 10-15 സെക്കൻഡ് വിൻ ചെയ്യുന്ന ആ ഒരു ശൈലി അർജൻറ്റീന ഭയക്കേണ്ടിയിരിക്കുന്നു. അവിടെ തന്നെയാണ് ഈ പറഞ്ഞ ബാഴ്സലോണയുടെ ആരാധകർ മാത്രമല്ല, ലോകത്തിലെ സ്റ്റൈലിഷായിട്ട് ഫുട്ബോൾ കളിക്കുന്ന, ചെറിയ ചെറിയ പാസുകളിലൂടെ മുന്നേറുന്ന ഒരു ശൈലി ഇഷ്ടപ്പെടുന്ന ലോകം മൊത്തം ആർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നറിയാതെ വളരെ എന്താ പറയുക, വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ്. കാര്യം ഇരു ടീമുകൾ ഒരേ ശൈലിയിൽ കളിക്കുന്നത്. സ്പെയിനിൽ ഭൂരിഭാഗം ആൾക്കാരും ബാഴ്സയുടെ താരങ്ങളാണ്. റയൽ മാഡ്രിഡിൻ്റെ അവസാന നിമിഷമാണ് കോച്ച് ഒരാളെ അതിനകത്ത് ചേർത്തത്. ബാഴ്സലോണയുടെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ലമീൻ യമാൽ അടക്കമുള്ള കളിക്കാരൊക്കെ അറിയാമല്ലോ, ബാഴ്സലോണ താരങ്ങളാണ്. അതിനേക്കാൾ ഉപരി മെസ്സി ആയത് തന്നെ ബാഴ്സലോണയിൽ നിന്നാണ്. മെസ്സി ശരിക്കും കളി നിർത്തി മറ്റൊരു ടീമിലേക്ക് പോയപ്പോഴും പോലും അദ്ദേഹം മനസ്സുകൊണ്ടൊരു ബാഴ്സലോണ കളിക്കാരൻ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ സ്പെയിനിൽ അദ്ദേഹം താമസമാക്കാനും ഭാവി തന്നെ സ്പെയിനിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടായിട്ട് കാണാൻ കഴിയില്ല. അത് പക്ഷേ രണ്ടും ഒരേ ശൈലിയാണ്. പക്ഷേ കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു മെസ്സിയാണ്, അതായത് ലമീൻ യമാൽ കുറച്ചുകൂടെ വേഗതയുള്ള മെസ്സിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരുന്ന മത്സരങ്ങളിൽ, വരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കളിക്കുന്ന, പഴയ മെസ്സി ഓർമ്മിക്കുന്ന ഒരു കളിക്കാരായിട്ട് മാറും. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരേ ശൈലിയിലുള്ള കളിക്കാരാണ്, ഒരേ ശൈലിയിലുള്ള ഫൈറ്റാണ്. ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാത്തൊരു ധർമ്മസങ്കടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്.